അപ്പം നമ്മൾ ആദ്യം എടുക്കേണ്ടത് മുട്ടയുടെ വെള്ള നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. ഇതൊരു ക്രീം പോലെ പ്രവർത്തിക്കുന്നുണ്ടോ. നന്നായിട്ട് യോജിപ്പിച്ചാൽ ഒരു ക്രീമി ആയി കണ്ടോ. ഇത്ര മതി കേട്ടോ, ഇത്ര കണ്ടോ, ഇത്ര മതി. അപ്പോൾ മക്കളെ ഇതൊരു രാജകീയ ഹെയർ പാക്ക് ആയി കേട്ടോ. അപ്പോൾ ഒരു ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ വന്നത് എന്താണെന്നറിയോ, ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിറാക്കിൾ ഹെയർ പാക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഈ മുടി വളർച്ച എല്ലാവർക്കും കൊഴിയാണ് കഷണ്ടിയാവുകയാണെന്നുള്ള പരാതിയാണ്. അപ്പോൾ ഈ കഷണ്ടിക്കാർക്കൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നല്ല മാറ്റം നിങ്ങൾക്ക് കാണാം. കാരണം നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം കാണാം. അതാണ് അമ്മ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ മുന്നേ അമ്മ പറയട്ടെ മക്കളെ, എന്തൊരു ചൂടാണല്ലേ, നമ്മൾ ചുട്ടു പൊള്ളി ഉരുകയാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റിൽ നിങ്ങളൊരു 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും ദാഹിക്കണതിൻ്റെ മുന്നേ കുടിച്ച് തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ വീഴും. മനസ്സിലായില്ലേ? ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വെള്ളം ചോദിക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ നിങ്ങൾ കുറേശ്ശെ ഓരോ സിപ്പ് അവർക്ക് 5 മിനിറ്റിൽ കൊടുക്കണം കേട്ടോ. ആരും അത് മറക്കരുത്. വലിയവരുടെ ദാഹം നമുക്ക് പിന്നെ ദാഹിക്കുമ്പോഴേലും എടുത്ത് കുടിക്കും. കുഞ്ഞു കുട്ടികൾക്ക് അത് അറിയില്ല. അവരങ്ങനെ വെള്ളം കുടിക്കാതെ പാവം തൊണ്ട വിരലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മുലപ്പാൽ മാത്രമല്ല കേട്ടോ, ആ കുട്ടികൾക്ക് വെള്ളം തന്നെ കൊടുക്കണം. പിന്നെ പാടത്ത് പണിയെടുക്കണവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളെ, 1/2 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ 5 മിനിറ്റെങ്കിലും തണലത്ത് വന്ന് വിശ്രമിക്കണം, വെള്ളം കുടിക്കണം കേട്ടോ. നമ്മളുടെ ആരോഗ്യം ഇല്ലെങ്കിൽ താൻ ചത്ത് മീൻ പിടിച്ചിട്ട് ആർക്ക മക്കളെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ അസുഖങ്ങളുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 10 മണി മുതൽ പിന്നെ വൈകുന്നേരം 4 മണി വരെ നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങാതെ നോക്കണം. പറമ്പിലും പാടത്തും പണിയെടുക്കണവർക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. തണലത്ത് പോയി ഇരിക്കണേ മക്കളെ. 1/2 മണിക്കൂർ കൊണ്ട് 15 മിനിറ്റ് എന്നിട്ടുള്ളത് മതി നമുക്ക്, അതിനുള്ളത് മതി. അല്ലെങ്കിൽ രാവിലെ കാലത്ത് നേരത്തെ എണീറ്റ് പോയിട്ട് നിങ്ങൾ ജോലി ചെയ്ത് 10 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വരണം കേട്ടോ. നമ്മളില്ലാതെയിട്ട് എന്തുണ്ടായിട്ട് എന്താ കുട്ടികളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും താഴ്മയോട് കൂടി പറയാണ്, വെള്ളം കൂടി ആരും മുടക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഹെയർ പാക്കിലേക്ക് പോവാം മക്കളെ. നമ്മളുടെ മുടിക്ക് ഏറ്റവും വേണ്ടത് പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ തരുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളെ കോഴിമുട്ട. കണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ മുട്ടയടിച്ച കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ട് കാരണന്മാർക്ക് നല്ല അറിവുണ്ട് കേട്ടോ. അവർ കോഴിമുട്ടയുടെ വെള്ളയാണ് പെട്ടെന്ന് മുടി കറക്കാൻ തേപ്പിക്കുക. ഇപ്പോഴും നമ്മളെ കോഴിമുട്ടയുടെ വെള്ളയ്ക്ക് ഒരു പ്രോട്ടീൻ കമ്മിയായിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എടുക്കേണ്ടത് മുട്ടയുടെ വെള്ള. മഞ്ഞ ഒരു മണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളയുടെ അത്ര പ്രോട്ടീൻ ഇല്ല കേട്ടോ മഞ്ഞയ്ക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് വെള്ളം മാത്രമായിട്ടേക്ക് കിട്ടുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൊന്നിച്ച് പാരാൻ കുട്ടികളെ കേട്ടോ. വെള്ളമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ചെറുനാരങ്ങ കേട്ടോ. പക്ഷേ ഈ ചെറുനാരങ്ങ മുഴുവനായിട്ടൊന്നും വേണ്ട. നമുക്ക് ഇതിന്നൊരു 3-4 തുള്ളിയേ വേണ്ടൂ. അതെന്തിനാ വെച്ചാൽ ഈ കോഴിമുട്ടയുടെ സ്മെല്ല് കേൾക്കുവരുത്, പിന്നെ താരൻ പോവുകയും ചെയ്യണം. രണ്ടും കിട്ടും. പ്രോട്ടീനുമാണ് താരൻ മാറാൻ കോഴിമുട്ടയുടെ ഈ ചെറുനാരങ്ങയായി, പ്രോട്ടീൻ കോഴിമുട്ടയുടെ വെള്ളയായി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ നല്ല എഫക്റ്റീവാണ് കേട്ടോ. മുടി നന്നായി വളരും. താരൻ കാരണം മുടി കൊഴിച്ചിൽ വരുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പം മുടി കൊഴിച്ചിൽ സ്വിച്ചിട്ട പോലെ നിൽക്കും. അതുപോലെ തന്നെ നമ്മളെ മുടി ചിലവർക്കുണ്ടല്ലോ അവിടെ കൊഴിഞ്ഞു പോണു. അതിനൊക്കെ നല്ലൊരു ശാശ്വത പരിഹാരമാണ് കേട്ടോ കോഴിമുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ നീരും. കണ്ടോ, ഇനി നമുക്കൊരു 3 തുള്ളി വേണ്ടു. 3-4 തുള്ളി. കുറച്ച് മഞ്ഞ പെട്ടെന്ന് കേട്ടോ. ഒരു ദോഷവും ഇല്ല, ചെറിയ സ്മെല്ല് ഉണ്ടാവുമെന്ന് മാത്രം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. മഞ്ഞ ചെറിയ സ്മെല്ലാണ്, മഞ്ഞയ്ക്ക് ദോഷമൊന്നുമില്ല. അപ്പോൾ മഞ്ഞ പെടാതെ എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. നമ്മളുടെ കോഴിമുട്ടയുടെ മഞ്ഞ വെള്ളി വേർതിരിയാണ്ട് കുറച്ച് മഞ്ഞ പെട്ടു. അത് സാരമില്ല, ദോഷമൊന്നുമില്ല, ചെറിയൊരു സ്മെല്ല് ഉണ്ടാവുന്നേ ഉള്ളൂ. കണ്ടോ, നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. ഇതൊരു ക്രീം പോലെ പ്രവർത്തിക്കുന്നുണ്ടോ. നന്നായിട്ട് യോജിപ്പിച്ചാൽ ഒരു ക്രീമി ആയി കണ്ടോ. നല്ലൊരു 5 മിനിറ്റ് നന്നായി യോജിപ്പിക്കുക. കണ്ടല്ലോ, കണ്ടോ, നല്ല ക്രീമിയായി കണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. എൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഒന്നുമല്ല, നമ്മളെ കേശസഞ്ജീവനി പറഞ്ഞിട്ടൊരു എണ്ണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് കൊടുക്കണമുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ നിന്ന് 4 തുള്ളിയാണ് നമ്മൾ ഈ കോഴിമുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ ഉള്ളിലേക്ക് ചേർക്കണത്. ഇതിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മളെ താരൻ പോകാനുള്ള ആര്യവേപ്പില, മുടി കറുത്ത് വളരാനുള്ള കറിവേപ്പില,
പിന്നെ നമ്മളെ മുടി നന്നായി കറുത്ത് നമുക്ക് തണുപ്പ് പറ്റാതെ നീരിറക്കവും തലയോട്ടിയിൽ നീരൊക്കെ വന്നാൽ നമുക്ക് മുടി വളർച്ച ഉണ്ടാവില്ല കേട്ടോ. അതിന് നമ്മളെ പനിക്കൂർക്കയില നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളെ തുളസി എന്തൊരു ഇതാണ്, നമുക്ക് ഔഷധമല്ലേ. തുളസിയും പനിക്കൂർക്കയിലയും ഔഷധമാണ് കേട്ടോ. ഒരു മനുഷ്യന് എന്ത് അലർജി പ്രശ്നങ്ങളും നമ്മൾക്ക് സ്വിച്ചിട്ട പോലെ നിൽക്കാൻ നമ്മളെ തുളസി നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഈ എണ്ണയിൽ നമ്മൾ നന്നായി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചെമ്പരത്തി പൂവാണ് മുടിക്ക് നല്ല മിനുസം കിട്ടാനും, മുടി നല്ല എന്താ പറയുക, നല്ല നന്നായിട്ട് കാർക്കൂന്തൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, കാർക്കൂന്തൽ അങ്ങനെ നല്ല കറുത്ത് വളരാൻ നമ്മൾ ചെമ്പരത്തി പൂവ് അതിൽ വാങ്ങി വെക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ചേർത്തിന്ന് അറിയോ? കരിഞ്ജീരകം, ഉലുവ. കരിഞ്ജീരകം നമുക്ക് മക്കളെ മരണം അല്ലാത്തതിനൊക്കെ ഉള്ളൊരു ഔഷധാത്രേ നമ്മളെ കരിഞ്ജീരകം. അപ്പം മുടിക്കൊക്കെ നമുക്ക് നല്ല ശാശ്വത പരിഹാരം കേട്ടോ കരിഞ്ജീരകം. മുടി കൊഴിച്ചിലും അകാല നരിയും അതുപോലെ തന്നെ ആ കഷണ്ടികളൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കരിഞ്ജീരകം എണ്ണ വളരെ അത്യുത്തമാട്ടോ. അപ്പം നമ്മൾ കരിഞ്ജീരകം ഉലുവയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ ജീരകം ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർത്തിട്ടുണ്ട്. അത് നീരിറക്കം പിടിക്കാനുള്ളത് തന്നെ. പക്ഷേ കുരുമുളക് നമ്മളെ മുടിക്ക് നല്ലതാണ്. ജീരകം പണ്ട് കാലം മുതലേ അറിയാലോ, ജീരകം കുരുമുളകും തന്നെയല്ലേ നമ്മൾ എണ്ണ കാച്ചണത്. അപ്പോൾ അത് നമ്മളെ മുടിക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് എന്താണ്, ചെറിയ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നിങ്ങൾക്ക് അറിയാലോ, കൊച്ചുള്ളി എന്ത് നല്ലതാണ് മുടിക്കുക, മുടി വളരാൻ, പുതിയ മുടി കിളിർക്കാനൊക്കെ കൊച്ചുള്ളി നല്ലതാണ്. പിന്നെ നമ്മളെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് വെളുത്തുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ താരൻ തന്നെയാണ്. ചിലവർക്ക് ഒരു ചൊറിച്ചില തലയോട്ടി അതൊക്കെ മാറാനുള്ള തന്നെയാണ് കേട്ടോ നമ്മളെ വെളുത്തുള്ളി. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഗ്രാമ്പു എന്തിനാണെന്ന് അറിയാലോ, മുടി നല്ല കറുത്ത് തഴച്ച് കുളച്ച് വളരാനുള്ള തന്നെ ഗ്രാമ്പു അത്യുത്തമമാണ് കേട്ടോ നമ്മളെ മുടിക്ക്. എന്തിനും നമ്മളൊരു 2 ഇത് ഗ്രാമ്പു ഇട്ടിട്ട് നിങ്ങൾ ഏത് ഹെയർ പാക്കിലും ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തണുപ്പിൻ്റെ പ്രശ്നമൊന്നും വരില്ല. പലർക്കും ഒരു എണ്ണയും തേക്കാൻ പാടില്ല, തല അവിടെ വേദന അവിടെ നീരിറക്കുക അങ്ങനെ പറഞ്ഞിട്ട് കുറേ കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനത്തെ ശാശ്വത പരിഹാരമാണ് നമ്മളുടെ ഗ്രാമ്പു എന്ന് പറയുന്നത്. അതപ്പോൾ നിങ്ങൾ എല്ലാത്തിലും ചേർക്കണം കേട്ടോ, എല്ലാ ഹെയർ പാക്കിലും ചേർക്കണം. നമുക്ക് ജലദോഷം പിടിക്കില്ല അത് തന്നെ. അപ്പോൾ നമ്മളുടെ ഈ എണ്ണയും കൂടി ആകുമ്പോൾ മനസ്സിലായല്ലോ, ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ നാളികേരപ്പാൽ നല്ലോണം ചേർക്കുന്നുണ്ട് കേട്ടോ. വെർജിൻ കോക്കനട്ട് ഓയിൽ പകുതി നമ്മളെ വെളിച്ചെണ്ണ പോലെയാണ് ഈ എണ്ണ കേട്ടോ. അപ്പോൾ നല്ലതാണ്. പണ്ട് കാലം മുതൽക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രം മതി മുടി വളർച്ചയ്ക്കെന്നാണ് കാരണന്മാർ പറഞ്ഞിട്ടുള്ളത്, അറിയാലോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ 4 തുള്ളി ചേർത്തിട്ട്, അപ്പോൾ ഈ എണ്ണ വേണ്ടവരൊക്കെ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഹെയർ പാക്ക് ഇട്ട് നോക്കൂ, മുടി പൊട്ടിപ്പോയി നീളം വെക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ മാറും. വിശ്വസിക്കണം, മനസ്സിലായല്ലോ. നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ മക്കളെ നിങ്ങൾക്കറിയാലോ, വിശ്വസിച്ചിട്ട് അവർ എന്തെങ്കിലും ഒരു മരുന്ന് തന്നാൽ നമുക്ക് അസുഖം സ്വിച്ചിട്ട പോലെ നിൽക്കും. അതുപോലെ തന്നെ കേട്ടോ നമ്മളെ ഈ എണ്ണയുടെ കാര്യത്തിലും എല്ലാം നല്ല നല്ല കാര്യങ്ങൾ അമ്മ തേക്കണ എണ്ണ തന്നെ നമ്മുടെ മക്കൾക്ക് തരുന്നതെന്ന് ആ ഒരു വിശ്വാസം അമ്മയ്ക്കുണ്ട്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്നോട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി ഇനി പൊട്ടൂല, വളരാതിരിക്കൂല, ഒന്നുമില്ല കേട്ടോ. നന്നായിട്ട് മുടി വളരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 4 തുള്ളി ചേർക്കാം. ഇത്ര മതി കേട്ടോ, ഇത്ര മതി. അപ്പോൾ മക്കളെ ഇതൊരു രാജകീയ ഹെയർ പാക്കായി കേട്ടോ. ഇപ്പോൾ ഒരു രാജകീയ ഹെയർ പാക്കാണ്. ഇതിൽ നിങ്ങൾക്ക് മുടിയിലേക്കുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്, മനസ്സിലായല്ലോ. മറ്റേത് നമുക്ക് എന്തെങ്കിലും ഒന്നിൻ്റെ ഒരു കുറവുണ്ടാവും. ഇനി ഇതിൽ ഒന്നിൻ്റെ ഒരു കുറവുമില്ല കേട്ടോ. കണ്ടോ, എല്ലാം നമുക്ക് സമ്പുഷ്ടമാണ്. എങ്ങനെ തേക്കേണ്ടതെന്നല്ലേ മക്കളെ. ആ പേക്ക് തേക്കുമ്പോൾ നമ്മളിങ്ങനെ ചീർപ്പുകൊണ്ട് മുടിയിലെ കെട്ടൊക്കെ കളയണം കേട്ടോ. എങ്കിലും നമ്മളെ മുടിയിലേക്ക് രക്തയോട്ടം ഇത് സ്കാൽപ്പിലേക്ക് അങ്ങോട്ട് അബ്സോർവ് ആവണമെങ്കിൽ നമ്മളിങ്ങനെ ചീന്തിയിട്ട് നല്ല വൃത്തിയിൽ ചീന്തി നല്ല ഒന്ന് കൂടൊക്കെ കളഞ്ഞ മുടിയാവണം കേട്ടോ. അപ്പം നമ്മളിത് ഇഴകളിലേക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ സ്കാൽപ്പിൽ മാത്രം ഇത് തേക്കണ്ടോ. എന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഷാമ്പു തേക്കരുത് കേട്ടോ. ഇത് തേക്കുമ്പോഴേ ഷാമ്പു തേക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ ഇത് മണം തോന്നുക എന്തേലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 ചെമ്പരത്തിപ്പൂവ് ഗ്രാമ്പു ഇട്ട് തിളപ്പിക്കണ വെള്ളം, മനസ്സിലായല്ലോ. ഗ്രാമ്പു തിളപ്പിക്കുക, മനസ്സിലായോ. ആ ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ഞെരടി പിഴിയുക. അപ്പം നല്ല ഗ്രാമ്പൂൻ്റെ ഒരു സുഗന്ധം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നല്ലൊരു സുഗന്ധം കിട്ടും. അതെടുത്ത് നിങ്ങൾ തല കഴുകിയാൽ മതി. അപ്പോൾ നല്ലൊരു ദോഷവും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ ഇത് നോർമൽ വെള്ളത്തിലേ കഴുകുള്ളൂ. ചിലവർക്ക് മുട്ട ഭയങ്കര ഇതാണ്, മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ തേച്ചതിൻ്റെ ശേഷം കണ്ടോ നല്ല മസാജ് ഇങ്ങനെ തേച്ചിട്ട് കേട്ടോ. ഇനി അമ്മ നമ്മുടെ മുണ്ടിലും വെഷ്ടിയിലൊക്കെ ആയ വാസന ഉണ്ടാവുമോ എന്ന് വെച്ചിട്ട് അമ്മേ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കേട്ടോ തേക്കണത്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ ഇത് നല്ലോണം തേക്കണം. ഇനി അമ്മ ഒന്ന് കുമ്പിട്ട് ഒന്ന് തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കണ്ണടയിലേക്കൊക്കെ കണ്ടാവണത് കണ്ട.
ഇപ്പം നമ്മളെ മുടിയുടെ വളർച്ചയുടെ കാര്യത്തിലൊന്നും ഇനി ആരും ഒരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും മുടി വളരും. പല കുട്ടികളും വളരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സംശയിക്കല്ലേ കുഞ്ഞുങ്ങളെ. അമ്മ വിശ്വസിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി തരല്ലേ. നിങ്ങൾ അമ്മയെ വിശ്വസിച്ചിട്ടാണ് തേച്ചോളൂ, അപ്പോൾ വളരും. അപ്പോൾ ഇനി നമുക്ക് മുടി സൗന്ദര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മുഖം സൗന്ദര്യം വെക്കണ്ടേ? കുഞ്ഞു മക്കൾ മുതൽ വലിയവർക്ക് വരെ മുഖ സൗന്ദര്യവും കയ്യും കാലും ഒക്കെ നല്ല തിളങ്ങി നിൽക്കണ്ടേ? അതിനിതാ അമ്മയുടെ അടുത്ത്. ഇതിൻ്റെ പേര് അമ്മ എടുക്കാത്ത കേട്ടോ. അമ്മ അങ്ങനെ ഒരു കുപ്പിയിൽ അമ്മയ്ക്ക് തേക്കാൻ വേണ്ടി ആക്കി വെച്ചാ. ഇതെന്താ വെച്ചാൽ നമ്മളെ കാന്തി എന്താ പറയുക, ക്യാരറ്റ് ഓയിലാണ് കേട്ടോ. നമ്മൾ വെറും ക്യാരറ്റ് കൊണ്ട് മാത്രമല്ല മക്കളെ നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കി തരുന്നത്. നമ്മളതിൽ ക്യാരറ്റ്, മഞ്ചിഷ്ട, ഇരട്ടി മധുരം, വളരെ കുറച്ച് നമ്മൾ എന്താ പറയുക അതിന് പേര് മറന്നു, രാമച്ചം നമ്മൾ എണ്ണ പാകമായി കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിലേക്ക് ഇടുന്നതേ. രാമച്ചം മൂപ്പിക്കണമൊന്നുമില്ല, സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയൊരു സുഗന്ധം വന്നോട്ടെ, എത്രയേ ഉള്ളൂ. നമുക്കൊരു എന്താ ടെൻഷനൊക്കെ മാറും ഒരു സുഗന്ധം കിട്ടിയ. പിന്നെ വളരെ കുറച്ച് ഇതിൽ പച്ചക്കർപ്പൂരം നമ്മൾ ഇടുന്നുണ്ട്, വളരെ കുറച്ച്. ഒരു 5 ലിറ്റർ എണ്ണ കാച്ചുമ്പോൾ ഇത്ര പോകുന്നൊരു കഷ്ണം ഇടുന്നുള്ളൂ, ചെറിയൊരു സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും ടെൻഷൻ്റെ ലോകത്ത് കൂടെയല്ലേ നമ്മളെ. അപ്പം നമുക്ക് ഈ സുഗന്ധമൊക്കെ ഒന്ന് കിട്ടുമ്പോൾ അതിൻ്റെ വാസന ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേനെ നമുക്കൊരു ടെൻഷനൊക്കെ മാറിയിട്ട് നമ്മൾ ഞെറുകി പിടിക്കുകയാണ്. ആകെ ടെൻഷൻ അടിച്ച് ഓടുക എല്ലാവരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഫേസ് പാക്കിനേക്കാളൊക്കെ എളുപ്പമാണല്ലേ. എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാക്ക് വിട്ടിട്ട് ഇത് തേച്ച് നമ്മൾ സുഖമായിട്ട് ഇരിക്കുക. എന്നിട്ട് 10 20 എത്ര നേരം നമുക്ക് എപ്പോഴാണോ ഒഴിവച്ച അപ്പം തേക്കാട്ടോ. കണ്ടോ നമ്മളെ ക്യാരറ്റ് ഓയിൽ കണ്ടോ, ഭയങ്കര മണാട്ടോ, നല്ല വാസന കേട്ടോ, നല്ല മണമാണ്. നല്ല ഇതത് നമ്മൾ നാളികേരപ്പാൽ നല്ലോണം ചേർത്തിട്ടുണ്ട്. ഒരു നാളികേരം വെന്തെണ്ണയുടെ എഫക്റ്റീവാണ് അതിന്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കൂട്ടിയിട്ട് മാത്രം. മുഴുവനായിട്ട് നാളികേരപ്പാൽ പിഴിഞ്ഞുണ്ടാക്കാൻ വയ്യ കുട്ടികളെ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് നമ്മൾ നല്ലോണം മുഖത്ത് തേച്ചിട്ട് നല്ലൊരു മസാജ് കണ്ടോ ഒക്കെ ഇങ്ങനെ മേലോട്ട് തേച്ചോളൂ കേട്ടോ എല്ലാവരും. അപ്പം നമ്മളെ ഈ കരിമംഗല്യത്തിൻ്റെ വടുവൊക്കെ നമ്മുടെ പോയത് അങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ ലൈറ്റായിട്ടുണ്ടാവും, ഓണല്ല പറയുന്നത്. അടുത്ത് വരുമ്പോൾ കാണാം ലൈറ്റായിട്ട് ഇവിടെയൊക്കെ ആയിട്ട്. അതൊക്കെ പോയി നമ്മുടെ കുറച്ച് തേച്ചപ്പോട്ടോ. അപ്പോൾ നമ്മൾ ചുക്കിച്ചുളിയണ സ്കിന്നൊക്കെ തൂങ്ങി വരുന്ന സ്കിന്നിനൊക്കെ നമ്മൾ ഇത് തേച്ചിൻ്റെ പൊട്ടൊക്കെ കളയട്ടെ കുട്ടികളെ. ഇത് ചുട്ടിട്ട് വിയർത്ത് ഒലിക്കലിറങ്ങി നമ്മൾ കണ്ടോ. അപ്പോൾ നമ്മൾ നെറ്റിക്കൊക്കെ മേപ്പെട്ട് നമ്മുടെ മസാജിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്മ യൂട്യൂബിൽ. അതൊന്നും എല്ലാവരും കണ്ടു നോക്കട്ടെ. എങ്ങനെ മസാജ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ പിടിക്കും നമ്മൾ കണ്ടോ. ഈ ജോലൈനൊക്കെ അങ്ങനെ കൃത്യമാവാനേ, കുട്ടികൾ സൗന്ദര്യം വെക്കാനേ. മക്കളെ നമ്മളെ സൗന്ദര്യം ഉണ്ടായി നമുക്കൊരു കോൺഫിഡൻറ്റാണ് കുട്ടികളെ. സഭയിൽ പോയി നിൽക്കുമ്പോൾ നല്ല സാരി ചുറ്റാതെ നിങ്ങളൊന്ന് പോയൊക്കെ ഒരു കല്യാണത്തിന് എൻ്റെ ഒന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ടോന്നൊരു ഭാവം നമുക്ക് വരൂലേ. നല്ല സാരിയൊക്കെ ചുറ്റി നമ്മൾ പുതുപുത്തനായിട്ട് പോയി നിൽക്കണം കുട്ടികളെ. മരിക്കുന്നവരെ സൗന്ദര്യം നമുക്ക് വേണം കുട്ടികളെ. മരിച്ച് കിടക്കുമ്പോഴും ചമഞ്ഞ് കിടക്കണം എന്ന് കേട്ടിട്ടില്ലേ പണ്ടുള്ളവരെ. ഇതൊക്കെ തന്നെ മക്കളെ നമുക്ക് നമ്മളിലൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അത്ര വിലയൊന്നുമില്ല നമ്മുടെ അടുത്ത്, അധികം വിലയിലൊന്നും അല്ല. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇത് വാങ്ങിയിട്ടൊക്കെ സുന്ദരന്മാരാവണം കേട്ടോ. അതാണ് നമ്മുടെ ആഗ്രഹം, മനസ്സിലായല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മേപ്പോട്ട് വേണം കേട്ടോ. ഈ കവളൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് തൂങ്ങി വരും, നെറ്റി ഇങ്ങോട്ട് വേണം കണ്ടോ. ഇങ്ങനെ വേണം. പുരുകനെ ഒന്നിങ്ങനെ പിടിക്കുക കണ്ടല്ലോ. നമ്മൾ അതിന് വേണ്ടി ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ലേ. പലവർക്കും മഞ്ഞൾ ചേർത്തിയ പേടിയാണ്, രോമം കൊഴിയുമെന്ന്. ഇത് രോമം കൊഴിയണമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ കേട്ടോ. അപ്പോൾ മൂക്കിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ, അങ്ങനെ ഇവിടെയൊക്കെ കറുത്ത കളർ ചിലവർക്ക് വരും കണ്ടോ. ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക, എണ്ണ ഇട്ടിട്ട് ഒരു വല്ലാതെ പിഷ്കണ്ട കേട്ടോ. അത്യാവശ്യം ഒരു എണ്ണ എടുത്തിട്ട് വേണം കേട്ടോ നിങ്ങളിങ്ങനെ മൂക്കൊക്കെ ഒന്ന് ചന്താവ്. എല്ലായിടും ചന്താവ് ഇവിടെയൊക്കെ കേട്ടോ. അമ്മ ചന്തൊന്നുമില്ല, നിങ്ങളൊക്കെ നല്ല ചന്തമുള്ള കുട്ടികളല്ലേ. അപ്പോൾ നമ്മളൊക്കെ ചന്തം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ. ഇനി ഇത് കയ്യിലും കാലിലും ഒക്കെ തേക്കാം മക്കളെ, എല്ലായിടത്തും തേക്കാം കേട്ടോ. നമുക്ക് ദേഹം മുഴുവൻ തേക്കാം, നമ്മളെ കൊണ്ട് എത്തായേ ഉള്ളൂ. ഇത് എല്ലായിടത്തും കൂടി തേക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ. അപ്പം നമ്മളെ കയ്യും കാലൊക്കെ നല്ല ചർമ്മമൊക്കെ ഈ പൊള്ളിയ വടുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. നല്ല ചന്താവും കയ്യും കാലൊക്കെ കേട്ടോ. അപ്പോൾ സുന്ദരന്മാരാവണം. ഇപ്പോൾ കറുത്തവരെ കുറ്റം പറയുക, എല്ലാവരും മിനുസുള്ള ചർമ്മമാവണ്ടേ നമുക്ക്. ഇപ്പോൾ നിറം കുറഞ്ഞാലും മിനുസുള്ള ചർമ്മമാവണം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കുളിക്കണേൻ്റെ അരമണിക്കൂർ മുന്നേ ഞാൻ തേച്ചിട്ട്, ഇതൊക്കെ അരമണിക്കൂർ വെക്കേണ്ടതല്ലേ. എന്നിട്ട് നിങ്ങൾ നല്ല മുഖത്ത് ഫേസ് വാഷ് ഇട്ട് കഴുകിക്കോളൂ. കയ്യും കാലൊക്കെ നമ്മൾ പിയേഴ്സ് സോപ്പിലേക്കാണ് മാറുക. എന്നാൽ അത്ര ഇതില്ലേ, മറ്റേ സോപ്പിൻ്റെ അത്ര തന്നെ അങ്ങോട്ട് പതയില്ല, മനസ്സിലായല്ലോ. നമുക്ക് കടലമാവും ചെറുപയറൊക്കെ തേക്കാൻ പറ്റിച്ച സുഖ കുട്ടികളെ. എന്നാൽ നമുക്ക് നല്ല സുഖമുണ്ട്. പണ്ടൊക്കെ നമ്മൾ തോട്ടിലേക്കും കുളത്തിലേക്കല്ലേ കുളിക്കാൻ പോവുക. അന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുപയറും ഇതൊക്കെ കൊണ്ടുപോകാറുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കുളിമുറിയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കണ്ടെന്ന് പേടിച്ച് നമ്മൾ കള്ളന്മാരായി മാറിയില്ലേ. ഒക്കെ നമ്മൾ വാങ്ങണ സാധനങ്ങൾ ഉപയോഗിക്കലടങ്ങിയല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അമ്മയ്ക്ക് പറയാണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ വെള്ളം കൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, ആരും മറക്കരുത്. അവനവൻ വെള്ളം കുടിക്കണം. ആരോഗ്യമില്ലെങ്കിൽ ഇതൊന്നുമില്ല മക്കളെ. ആരോഗ്യമാണ് കേട്ടോ ഏറ്റവും വലുത്. അതിൻ്റെ താഴെയുള്ള സൗന്ദര്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളെ സ്നേഹിക്കുക,
നമ്മളാണ് ഏറ്റവും സുന്ദരൻ എന്നാണ് കരുതിയാൽ അല്ലെങ്കിൽ സുന്ദരി എന്നാണ് കരുതിയാൽ പിന്നെ അവിടെ തീർന്നു എല്ലാ പ്രശ്നവും. ഭഗവാൻ എല്ലാവർക്കും തൊക്ക് തന്നിട്ടുള്ളത് മക്കളെ പല കളറിലാണ്. നമ്മളെ കൃഷ്ണൻ തന്നെ അതിന് തെളിവാണ് അല്ലേ. കൃഷ്ണൻ നീല കാർമുകിൽ വർണ്ണനല്ലേ. അയച്ചിട്ട് കൃഷ്ണനെ എന്തുപോലെ ആൾക്കാർ സ്നേഹിക്കണില്ലേ. അപ്പോൾ ആരും ദുഃഖിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ്. നിങ്ങൾ ഒരാളെ ഉള്ളൂ ഭൂമിയിലെ, മനസ്സിലായല്ലോ. പലവരിലും നിങ്ങളാവണില്ല. ഒരാളെ ഒരു വ്യക്തിത്വം അതോ അവനെ മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. കളിയാക്കണവരോടൊക്കെ പോയി പണിയൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞത്. അപ്പോൾ ധൈര്യവാന്മാരായിരിക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യുക. പിന്നെന്താ 96 56 16 29 90 നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. ഈ 2 എണ്ണകളും വാങ്ങി കുട്ടികളൊക്കെ നല്ല കാർക്കൂന്തലും സുന്ദരന്മാരുമായിട്ട് നടക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.